ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര ഉലച്ചിൽ, അതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടെത്തി. തീരുവ കൂട്ടുന്നു, അങ്ങോട്ട് സംസാരിക്കുന്നു, ഇങ്ങോട്ട് സംസാരിക്കുന്നതൊക്കെ. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇന്ത്യയിലേക്ക് ആളുകൾ വന്നിരിക്കുന്നു. മോദിയും ഇന്ത്യയും തമ്മിൽ പഴയതുപോലൊരു സൗഹൃദ ബന്ധം ഉടലെടുക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്? വിശ്വസിക്കാമല്ലോ. അമേരിക്കയുടെ ഈ വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാര കരാർ സംബന്ധിച്ച് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രത്യേക പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ബ്രണ്ടൻ ലിഞ്ച്, അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലുണ്ട്. ഇന്ത്യയുമായിട്ട് ചർച്ചകൾ നടത്തും. ഇപ്പോൾ ഇത്തരത്തിൽ വളരെ ശുഭകരമായി ഈ പ്രശ്നങ്ങൾ അവസാനിക്കും, ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ ധാരണ എത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഡൽഹിയിൽ വന്നിട്ട് പറയുന്നത്. ഇന്ത്യയുടെ ഈ വ്യാപാര ചർച്ചകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിലെ വാണിജ്യകാര്യ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ. അദ്ദേഹവും സമാനമായ ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇതിപ്പോൾ 6ാം റൗണ്ട് ചർച്ചയാണ് അമേരിക്കയായിട്ട് നടക്കുന്നത്. 5 റൗണ്ട് ചർച്ചകൾ നടന്നു. അവിടെ ഈ അമേരിക്ക ഉന്നയിച്ച ചില വ്യവസ്ഥകൾ ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഈ ചർച്ചകൾ അലസിപ്പിരിഞ്ഞത്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ വിപണിയിൽ അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് ഈ ജനിതക പരിവർത്തനം വരുത്തിയ ഉൽപ്പന്നങ്ങളടക്കം നികുതി രഹിതമായി കൊണ്ട് ഇറക്കുമതി ചെയ്യണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. അത് ഇന്ത്യ അംഗീകരിച്ചില്ല. ഇതിന്റെ പേരിലാണ് ഈ വ്യാപാര ചർച്ചകൾ വഴിമുട്ടിയത്, ഇന്ത്യ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കാത്തതിന്റെ പേരിൽ. ഇപ്പോൾ 6ാം റൗണ്ട് ചർച്ച കഴിഞ്ഞ ഓഗസ്റ്റ് 25 മുതൽ 29 വരെ ഡൽഹിയിൽ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്കാണ് ട്രംപ് ഇന്ത്യക്കെതിരെ 50% വരെ താരിഫ് ഉയർത്തിയത്. അതുകൊണ്ട് ആ ചർച്ച ആ ഘട്ടത്തിൽ നടത്തുന്നതിൽ വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ചർച്ച നീട്ടിവെക്കുകയായിരുന്നു. ട്രംപും ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ട് ഇനി ചർച്ചയേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ ഇപ്പോ ഒരു വ്യാപാര കരാറിലേക്ക്, അതായത് 2 രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ 2 നേതാക്കളും തമ്മിൽ ഒരു വെടിനിർത്തലിന് അല്ലെങ്കിൽ മഞ്ഞുരുകലിന്റെ സാധ്യത ഇപ്പോൾ തെളിയുകയാണ്. അതിന്റെ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ പ്രതികരണങ്ങളാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ട്രംപ് പറഞ്ഞത് ആദ്യം പരിശോധിക്കാം. ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മോദിയുമായി ഉടനെ സംസാരിക്കും. 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ, ഉടനെ തന്നെ സംസാരിക്കും. അത് വരുന്ന ആഴ്ചയിൽ തന്നെ ഉണ്ടാകും. ഈ വ്യാപാര ചർച്ചകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ അത് വിജയകരമായി പരിസമാപ്തിയിലെത്തും. ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിന് നേരെ അനുകൂലമായിട്ട് തന്നെ പ്രധാനമന്ത്രി മോദിയുടെ ഒരു ട്വീറ്റും വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നരേന്ദ്രമോദി പറയുന്നത്, ഇന്ത്യ അമേരിക്ക ബന്ധം അത് ഇല്ലാത്ത വിധം ശക്തമാകുന്ന തരത്തിൽ വ്യാപാര ചർച്ചകൾ സഹായിക്കും, അല്ലെങ്കിൽ അത് വ്യാപാര കരാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നരേന്ദ്രമോദി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് എന്ന് നരേന്ദ്രമോദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്: ഈ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ എത്രയും വേഗം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ആ ഒരു ധാരണയിലേക്ക് എത്തും. ട്രംപുമായി താൻ ഉടൻ സംസാരിക്കും. 2 രാജ്യങ്ങൾക്കും സമ്പന്നമായ ഒരു ഭാവി ഉണ്ടാകാൻ വേണ്ടി യോജിച്ച് പ്രവർത്തിക്കും എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു കുഴിത്തുരുമ്പുണ്ടല്ലോ, പീറ്റർ നാവരോ. അദ്ദേഹമാണ് ഈ മോദിയും ട്രംപിനെയും തമ്മിൽ തെറ്റിച്ച ആള്. അതായത് അമേരിക്കയുടെ വാണിജ്യകാര്യ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നയാൾ, അതിൻ്റെ ഉപദേശകൻ. അദ്ദേഹം ഇപ്പോൾ വലിയ വീരവാദം മുഴക്കുകയാണ്. ഇന്ത്യ അങ്ങനെ ഈ ഡിസ്കഷൻ ടേബിളിലേക്ക് എത്തുന്നു, ചർച്ചകൾക്ക് സന്നദ്ധമായി ഇന്ത്യ എത്തുന്നത്, ഇന്ത്യ എന്തോ കീഴടങ്ങിയ മട്ടിൽ അവിടെ ചെന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരം ചർച്ചകൾക്ക് എത്താനായിട്ട് ഇന്ത്യ നിർബന്ധിതമായി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യയിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്ന തരത്തിൽ ഒരു സന്ദേശം നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. ഇനി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് പീറ്റർ നാവരോ പറയുന്നത്. ഇദ്ദേഹം ഈ പീറ്റർ നാവരോയുടെ ഇടപെടലാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പോലും അകന്നു പോകാൻ കാരണമെന്ന് മുൻപ് ജോൺ ബോൾട്ടൺ, അതായത് അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവാണ് ജോൺ ബോൾട്ടൺ, അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അങ്ങനെയുള്ള പീറ്റർ നാവരോ അവസാന ഘട്ടത്തിലും, അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്ക് ഉള്ള വഴി തെളിയുമ്പോഴും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താൻ തന്നെയാണ് ഇപ്പോഴും സമയം കണ്ടെത്തുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഏതായാലും ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം
ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തിയത് ഇക്കാര്യത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം തള്ളിക്കളയാൻ പറ്റില്ല. അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യമാണ്. ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ രാജ്യമാണ്. അപ്പോൾ ഒരിക്കലും ഇന്ത്യക്ക് അമേരിക്കയെ തള്ളിക്കളയാൻ പറ്റില്ല. നേരെ തിരിച്ച് അമേരിക്കയ്ക്കും അങ്ങനെ തന്നെ. കാരണം ഇന്ത്യയിൽ ഏതാണ്ട് 140 കോടി വരുന്ന ജനസംഖ്യയുണ്ട്. ഒരു വലിയ ഇന്ത്യൻ വിപണിയാണ് അത് വാഗ്ദാനം ചെയ്യുന്നത്. ആ വിപണി പ്രയോജനപ്പെടുത്താൻ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും താല്പര്യമുണ്ടാകും. അപ്പോൾ രണ്ട് കൂട്ടരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യാപാര കരാറിലേക്ക് രണ്ട് രാജ്യങ്ങളും പോകും എന്നുള്ളതാണ് എല്ലാവരും നിരീക്ഷിച്ചത്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അമേരിക്കയുടെ ഒരു കാര്യത്തിലുള്ള നിലപാട്, അതിൽ ഇന്ത്യ എടുക്കുന്ന തീരുമാനം എന്താകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അമേരിക്ക ആഗ്രഹിക്കുന്നത് റഷ്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ എന്നേക്കുമായി ഉപേക്ഷിക്കണമെന്നുള്ളതാണ് അമേരിക്കയുടെ ആഗ്രഹം. പ്രത്യേകിച്ചും റഷ്യയുമായിട്ടുള്ള, കാരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള വിരോധത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്ത്യക്കെതിരെ ചുമത്തും എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിലുള്ള 50% താരിഫ് അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നത് താൻ ഗൗരവപരമായി ആലോചിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ അവർക്ക് ട്രംപ് ഒരു ആഹ്വാനവും നൽകിയിട്ടുണ്ട്. ഈ ബ്രിക്സ് കൂട്ടായ്മയ്ക്കെതിരെ, അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയ്ക്കെതിരെ നടപടി വേണം. അതേപോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെ 50 മുതൽ 100% വരെ താരിഫ് ചുമത്തണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ട്രംപ് കടുത്ത നിലപാടെടുക്കുമ്പോൾ തന്നെയാണ് സമാന്തരമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നത്. ഇത് നിലവിൽ ഈ വ്യാപാര യുദ്ധം സംബന്ധിച്ച രണ്ട് കൂട്ടർക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി, ഇന്ത്യൻ രൂപയിലടക്കം വിലയിടിവ് ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയിലും വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാക്കും എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നു. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇത് സംബന്ധിച്ച കഷ്ടനഷ്ടങ്ങളുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ വീണ്ടും വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലേക്ക് എത്തണം. പക്ഷേ ആ കരാർ ഏത് രീതിയിലാകും എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപിൻ്റെ പ്രഖ്യാപിത നിലപാട്, അമേരിക്ക ഏത് രീതിയിലാണോ ഇന്ത്യയെ ഡീൽ ചെയ്യുന്നത് അതേ ഡീലിൽ തന്നെ അമേരിക്കയും പരിഗണിക്കണം. ഇപ്പോൾ ഇന്ത്യ പല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഭീമമായ നികുതി ചുമത്തുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. അത് നമ്മുടെ കർഷകരുടെയും ഇവിടുത്തെ ഉൽപ്പാദകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ അത്തരത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വൻ നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപിത നിലപാട് എന്ത് വില കൊടുത്തും ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി വ്യാപാര കരാർ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ നിർബന്ധിതമാകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ഇപ്പോൾ ചൈനയുമായിട്ടുള്ള വിപണി ഏറെക്കുറെ അപ്രാപ്യമായി നിൽക്കുന്ന അമേരിക്കൻ കാർഷിക വിഭവങ്ങൾക്ക് ഇന്ത്യയിലെ വിപണി ആകർഷകമായ ഘടകം തന്നെയാണ്. പക്ഷേ അത് പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ ഇന്ത്യ സന്നദ്ധമാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വ്യാപാര ചർച്ചകളിൽ നിന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.